കരകടലുകൾക്കിടയിൽ പരീക്ഷണത്തിന്റെ തീയെരിയുന്ന രക്തരക്ഷമായി മതവർണ്ണ വർഗ ജാതി ഭാഷകൾക്കതീതമായി സ്വരാജ്യ സ്വപ്നം നേടിയെടുത്ത ഭാരത മഹാരാജ്യത്ത് പോലും വിവേചനത്തിന്റെ വിഹ്വലതകൾ വിനാശങ്ങൾ തീർക്കുമ്പോൾ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് സുബ്ഹാന്റെ തിരുദൂതരുടെ അരുളൊളികൾക്കനുസൃതമായി സാമുദായിക സമുന്നതിയിലേക്ക് മുസ്ലിം കൈരളിയെ നയിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, കേരളത്തിലെ പരമോന്നത പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷനായി ദേശാന്തരങ്ങളിൽ വിസ്മയം വിതക്കുന്ന ആരംഭ നബിയുടെ ആദരപ്രഭയുള്ള അഹ്ലുബൈത്തിലെ അനർഘ താരകം സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിങ്ങളോട് സംവദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫഇന്നി ഉസീകും വഇയ്യായ ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ. സദഖല്ലാഹു മൗലാന നബിയ്യുൽ അദീം. ബഹുമാനമുള്ളവരെ, ലണ്ടൻ ആസ്ഥാനമായി കൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്കുള്ള കൂട്ടായ്മ, അവർ സംഘടിപ്പിക്കുന്ന ഈ മീലാദ് കോൺഫറൻസ് ഇൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ പ്രമേയവുമായി കൊണ്ട് ലണ്ടനിലെ ഈ വരുന്ന 29 സെപ്റ്റംബർ 2024 വിപുലമായ പരിപാടികളോടുകൂടി നടത്തപ്പെടുകയാണ്. നമ്മുടെ മലയാളികളാവുന്ന സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി ബിസിനസ്സിലാണെങ്കിലും തൊഴിലിലാണെങ്കിലും മറ്റ് ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ഈ രാജ്യത്ത് നിന്ന്, നമ്മുടെ ഈ രാജ്യത്ത് നിന്ന്, ഈ കേരളത്തിൽ നിന്ന് ഉണ്ടാക്കി തീർത്ത് അവരിലുള്ളവരെ ആത്മീയമാവുന്ന ഒരു ധാർമ്മിക ഒരു ചൈതന്യമുണ്ട്. അത് ദീനിൽ ബഹുമാനിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട വസ്തുക്കൾ, വ്യക്തികൾ, സ്ഥലങ്ങൾ, സമയങ്ങൾ, ഇതിനൊക്കെ ബഹുമാനിച്ച് ആദരിച്ച് അതിനുള്ള ബഹുമാനവും ആദരവൊക്കെ അതിനോട് ബന്ധപ്പെട്ട ദിവസങ്ങളിൽ പ്രകടമാക്കി വേണ്ടത് ചെയ്യണം എന്ന ഈ തത്വം, അത് വിശുദ്ധമാവുന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരാശയമാണ്. ദീനിൻ്റെ ഷിയാറുകളെ ബഹുമാനിക്കുക, ആദരിക്കുക. അത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം തഖ്വയുണ്ടോ എന്നതിനെ അളക്കാനുള്ളൊരു മാനദണ്ഡമാണ്. അപ്പോൾ ആ നിലക്ക് കേരളത്തിലുള്ള ഈ മുസ്ലിം ഉമ്മത്ത്, അവർക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വവും പ്രത്യേക ശിക്ഷണവും സമസ്ത വിഭാവനം ചെയ്യുന്ന ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള മറ്റ് പഠന സമ്പ്രദായങ്ങളൊക്കെ, ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടിട്ട് അതാ ഒരു രീതിയിൽ കൂടി ജനിച്ച് വളർന്നവരായാലും അവരിലൊക്കെ ഈ പൈതൃകം, ഈ പരമ്പരാഗതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹാബത്ത് താബിഈങ്ങളൊക്കെ മുഖേന നമ്മുടെ മഹത്തുക്കളാവുന്ന മശായിഖന്മാർ മുഖേന നമുക്ക് ലഭിക്കപ്പെട്ട ഈ വിശുദ്ധമാവുന്ന ആശയങ്ങൾ, ഈ ആദർശങ്ങൾ, ഈ കർമ്മങ്ങൾ, ഈ ആചാരങ്ങളൊക്കെ
അതൊക്കെ വളരെ ശ്രദ്ധിച്ച് ജീവിതത്തിൽ പകർത്താൻ ആവശ്യമായ നിലക്കുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അതിൻ്റെ സംവിധാനങ്ങളുമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഭാഗമാണ് കേരളത്തിൻ്റെ പുറത്തു പോയി ജോലി ചെയ്യണ നമ്മുടെ സുഹൃത്തുക്കൾ. അവർക്ക് എത്ര വലിയ നിർദ്ദികളും എത്ര സമയക്കുറവൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രത്യേകമാവുന്ന ഈ ഷിയാറുകളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നൊക്കെ പറയണം. ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തണം. ദീനിൻ്റെ ഷിയാറുകളാണ് അമ്പിയാക്കന്മാർ, ദീനിൻ്റെ ഷിയാറുകളാണ് അള്ളാഹുവിൻ്റെ ഔലിയ, ദീനിൻ്റെ ഷിയാറുകളാണ് സാലിഹ്യങ്ങളാവുന്ന ആളുകൾ. അവരോട് ബന്ധപ്പെട്ട ദിവസങ്ങൾ ദീനിൻ്റെ ഷിയാറുകളാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ച ദിവസത്തിനെ പറ്റി ചോദിച്ചപ്പോൾ അതിൻ്റെ പ്രത്യേകത പറഞ്ഞത് ദാക യൗമുൻ ഉലിദു, അതാണ് എൻ്റെ ജന്മദിനം. അപ്പോൾ ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ നബിയോടുള്ള ആ മഹബത്ത്, ആദരവുകളൊക്കെ ഇബാദത്തിൽ കൂടിയാണ് പ്രകടമാക്കേണ്ടത്. ആ ഇബാദത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മൗലിദ്. മൗലിദിൽ നമ്മൾ ചെല്ലുന്നതായ ദിക്റുകളൊക്കെ, അങ്ങനത്തെ ദിക്റുകളെ കൊണ്ട് ആ വിശുദ്ധമാവുന്ന ദിവസത്തിനെ, ആ വിശുദ്ധമായ മാസങ്ങളൊക്കെ ഇബാദത്ത് മൗലിദാവുന്ന ദിക്റുകളെ കൊണ്ടും മറ്റ് അദ്കാറുകളെ കൊണ്ടും ധന്യമാക്കണം. നബിയോട് ബന്ധപ്പെട്ട ചരിത്രങ്ങളും മറ്റുമൊക്കെ, നബിൻ്റെ ജീവിത രീതി, നബിയുടെ സ്വഭാവ ഗുണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളൊക്കെ അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും അതിൽ കൂടി ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കാനും മുസ്ലിങ്ങൾക്ക് അവർ തീവ്രതയുടെയോ വർഗീയതയുടെയോ ഒന്നും ലയിൽ കൂടിയല്ല നീങ്ങുന്നത് എന്നുള്ളത് പ്രവാചകൻ്റെ ചര്യയിൽ കൂടി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ ഉപകരിക്കുന്നതായ സംരംഭങ്ങളാണ് ഈ സംരംഭങ്ങൾ. ഈ സംരംഭങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നതോടൊപ്പം ഈ പരിപാടി അള്ളാഹുവിൻ വിജയിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.